2025 പിറന്നിട്ട് 6 മാസങ്ങൾ പൂർത്തിയാവുകയാണ്. ഈ കാലയളവിൽ എത്ര കൊലപാതകങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്? അത്തരത്തിലൊന്നായിരുന്നു കരുനാഗപ്പള്ളി സന്തോഷ് കൊലപാതകം. ഈ കേസിൽ ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഒന്നാം പ്രതിയായ പങ്കജിന് സന്തോഷിനോടുള്ള വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമായതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കൃത്യമായ ആസൂത്രണത്തിനൊടുവിൽ നടന്ന കൊലപാതകമെന്ന് പോലീസ് പറയുന്നു. കൊലപാതകം നടന്ന 89ാം ദിവസമാണ് കോടതിയിൽ കുറ്റപത്രമെത്തിയത്. കണ്ണൻ നായരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. കണ്ണൻ, ക്രിമിനൽ പശ്ചാത്തലമുള്ള പരസ്പരം തല്ലി കൊന്ന് തീർത്തു കളഞ്ഞ ഒരു പകപോക്കലായിരുന്നു ഇത്. പക്ഷേ ആ തെളിവെടുക്കുന്ന ദിവസം ഒരു പ്രായമായ ഈ കൊല്ലപ്പെട്ടയാളുടെ അമ്മ കരയുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ പകപോക്കലിലും ഇത്തരത്തിലുള്ള പ്രതികാരക്കലിയിലും തീർന്നു പോകുന്നത് ചില കുടുംബ ബന്ധങ്ങൾ കൂടിയാണ്. ഈ കേസിൽ 90 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. ഇനിയുള്ള നടപടികൾ എപ്രകാരമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കരുനാഗപ്പള്ളി സന്തോഷ് കൊലക്കേസിൽ ആകെ ഉണ്ടായിരുന്നത് 13 പ്രതികളാണ്. 3 മാസങ്ങൾക്ക് മുൻപ് കേരളം നടുങ്ങിപ്പോയൊരു കേസായിരുന്നു ഇത്. അലുവ അതുൽ എന്ന് പറയുന്ന ഗുണ്ട അയാളുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു കൊലപാതകം എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു ഇത് ആദ്യം മുതലേ പുറത്തു വന്നത്. കണ്ണൻ നായർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കണ്ണൻ, 90 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇനിയുള്ള നടപടികളെ പറ്റി കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിലെ ഒരു പൊൻതൂവൽ എന്നതിനെ വിശേഷിപ്പിക്കാം. മാർച്ച് 27-ാം തീയതിയാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത്. നിഷ്ഠൂരമായ കൊലപാതകം. അമ്മയുടെ മുന്നിൽ വെച്ച് ജിം സന്തോഷ് എന്ന് പറയുന്ന കരുനാഗപ്പള്ളി സ്വദേശിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. 4 പേരാണ് ആ കൊലപാതകം നടത്തിയത്. അതിൽ നേരത്തെ അലുവ അതുൽ എന്ന് പറയുന്ന വ്യക്തി നേതൃത്വത്തിലുള്ള 4 പേർ ആദ്യം ബോംബെറിഞ്ഞ് അതിനുശേഷം വലിയ മഴവും വാളും ഉപയോഗിച്ച് കാല് തല്ലി തകർക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. രക്തം വാർന്ന് ശ്വാസം കിട്ടാതെ സന്തോഷ് മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് സമാനമായ രീതിയിലുള്ള ഒരു കണ്ടെത്തലുകൾ തന്നെയാണ് ഉള്ളത്. അതിൽ എടുത്തു പറയുന്നത് പങ്കജ് മേനോൻ എന്ന് പറയുന്ന വള്ളികുന്ന് സ്വദേശി, ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്ന് സ്വദേശിയായിട്ടുള്ള പങ്കജ് മേനോന് കൃത്യമായിട്ടുള്ള ഒരു ദേഷ്യം സന്തോഷിനോടുണ്ടായിരുന്നു. കാര്യം സന്തോഷ് 6 മാസങ്ങൾക്ക് മുമ്പ് പങ്കജിനെ ആക്രമിച്ചിരുന്നു. അതുമൂലം ഇയാൾക്ക് നാട്ടിൽ ഒരു മാനഹാനി ഉണ്ടായി. അതിന്റെ ഒരു വൈരാഗ്യത്തിൽ സന്തോഷിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. 800 പേജുകളുള്ള കുറ്റപത്രത്തിൽ 175 സാക്ഷികളുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കരുനാഗപ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതും. ഈ കൊലപാതകത്തിൽ ഉപയോഗിച്ചിരുന്ന വാള്, മഴു അടക്കമുള്ള ആയുധങ്ങളെല്ലാം തന്നെ ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ അലുവ അതുലിനെ പിടികൂടാൻ പോലീസ് വളരെയേറെ പണിപ്പെട്ടിരുന്നു. ആലുവയിൽ വെച്ച് ഭാര്യയും കുഞ്ഞുമായി പോകുന്ന സമയത്ത് പോലീസ് വാഹനം തടഞ്ഞു. എന്നാൽ കുഞ്ഞിനെയും ഭാര്യയെ ഉപേക്ഷിച്ച് അയാൾ രക്ഷപ്പെടുകയായിരുന്നു. അവിടുത്തെ പ്രാദേശിക ഗുണ്ടാസംഘങ്ങളുടെ പിന്തുണയോടുകൂടി അയാൾ തമിഴ്നാട്ടിലേക്ക് പോയി. തമിഴ്നാട്ടിൽ വെച്ച് അതിസാഹസികമായി ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു. പങ്കജ് മേനോൻ അതുപോലെ തന്നെ അലുവ അതുൽ അടക്കമുള്ള 13 പേരാണ് ഈ കേസിൽ പ്രതികളെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് കുറ്റപത്രത്തിൽ ഉള്ളത്. ഇനി കുറ്റപത്രം ഇവരെ മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് വായിച്ചു കേൾപ്പിക്കും. തങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് ഇവരോട് ചോദിക്കും. അതിൽ അവരുടെ മറുപടിക്ക് ശേഷമായി ജില്ലാ കോടതിയിലേക്ക് ഈ കേസ് കൈമാറുക. ജില്ലാ കോടതിയാണ് ഇത്തരത്തിലുള്ള കൊലപാതക കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ കോടതിയിലേക്ക് ഈ കേസ് കൈമാറുകയാണ് അടുത്ത നടപടി.